ഹലോ വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെമ്മറി മാനേജ്മെന്റിലെ മെമ്മറി ഹയറാർക്കിയെ കുറിച്ചിട്ടാണ്. ടുഡേ മെമ്മറി ഹയറാർക്കിയിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെമ്മറീസ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ രജിസ്റ്റേഴ്സ് ഉണ്ട്, മെയിൻ മെമ്മറി ഉണ്ട്, പിന്നെ ക്യാഷെ ഉണ്ട്, സെക്കൻഡറി മെമ്മറി ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഇത് കമ്പൽസറി ഈ 4 എന്തായാലും വരും സിസ്റ്റത്തിനകത്ത്. സോ അതിനെ കുറിച്ചിട്ട് ആ 4 മെമ്മറീസും വെച്ചുകൊണ്ടുള്ള ഒരു ഹയറാർക്കിയാണ് ഇത്. ടോപ്പിൽ ഒരു CPU കൂടി ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്, ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിൽ ടോപ്പില് മെമ്മറിയിലെ ടോപ്പിൽ ഇരിക്കുന്നത് രജിസ്റ്റർ ആണ്. അതിന്റെ തൊട്ട് താഴെ ക്യാഷെ, മെയിൻ മെമ്മറി, സെക്കൻഡറി മെമ്മറി. ഈ മെമ്മറീസ് താഴേക്ക് വരുന്നതിനനുസരിച്ചിട്ട് അതിന്റെ സൈസും ഗ്രാജുവലി കൂടി വരുന്നുണ്ട്. പിന്നീട് CPUന്റെ അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ രജിസ്റ്റേഴ്സിന് ആക്സസിങ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നടക്കാൻ പറ്റും. പിന്നീട് അതിന്റെ സൈസും കുറവാണ്. അപ്പൊ സൈസ് എപ്പോൾ കൂടി വരുന്നോ അതിനനുസരിച്ച് അതിന്റെ ആക്സസ് ടൈമും കൂടി വരും. എക്സാമ്പിൾ എടുക്കാം, നമ്മൾ ഒരു ആളിനെ സെർച്ച് ചെയ്യാൻ ഒരു റൂം ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അതേ ആളിനെ നമ്മളൊരു വലിയ ഏരിയ, ദാറ്റ് മീൻസ് ഒരു ടൗൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ കുറെ ടൈം എടുക്കും. ദാറ്റ് മീൻസ് അവിടെ ആക്സസ് ടൈം എന്നുള്ളത് കൂടി വരുന്നു എന്നുള്ളത്. അതുപോലെയാണ് ഈ ഒരു മെമ്മറിയുടെ കേസിൽ സംഭവിക്കുന്നത്. പിന്നീട് വരുന്നത് ഈ രജിസ്റ്റേഴ്സ്, ക്യാഷെ, മെയിൻ മെമ്മറി. ഈ 3 മെമ്മറീസിനും CPUന്റെ അടുത്ത് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. അതിന്റെ സൈസ് കുറവായത് കാരണം തന്നെ മെയിൻലി ഈ CPUന്റെ അടുത്ത് ഡയറക്റ്റ് കണക്ഷൻ വരുന്നുണ്ട്. പക്ഷെ ഹാർഡ് ഡിസ്കിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഹാർഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി വളരെ വലിയ സൈസ് ഉള്ളതാണ്. അതുകൊണ്ട് ആക്സസ് ടൈമും അവിടെ കൂടും. അപ്പോൾ ഒരു CPU എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് ഇതിനകത്ത് നിന്ന് ഡയറക്റ്റ് ഒരു പ്രോസസ്സിന് എടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുത്തുകൊണ്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഹാർഡ് ഡിസ്കിന് അങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കി 3ഉം നമ്മൾ ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുന്നത്. ഇനി ഇതിൽ നിന്ന് തന്നെ ഏത് മെമ്മറീനെ നമുക്ക് CPU എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മെമ്മറി ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് മെയിൻലി ഈ 3 ക്രൈറ്റീരിയാസ് ബേസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സൈസ്, സെക്കൻഡ് ആക്സസ് ടൈം, പിന്നെ കോസ്റ്റ് എന്ന്. ആദ്യത്തെ 2 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പിരമിഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കോസ്റ്റ് പോകുന്നത്. അപ്പോൾ ഇത് 3 കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് മെമ്മറി എന്ന് പറയുന്നത് മെയിൻ മെമ്മറിയാണ്. ബിക്കോസ് സൈസ് കൂടുതലുണ്ട്, കമ്പാരിറ്റീവ്ലി കോസ്റ്റ്, ആക്സസ് ടൈം എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് മെയിൻ മെമ്മറി. ഇനി ക്യാഷയുടെ രജിസ്റ്റേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ കൂടുതലായിട്ട് പഠിക്കും. അപ്പൊ ഇവിടുത്തെ മെയിൻ റോൾ എന്ന് പറയുന്നത് മെയിൻ മെമ്മറി മാനേജ്മെന്റ് ആണ്. ആ മെയിൻ മെമ്മറിയിലോട്ട് പ്രോസസ്സുകൾ അലോക്കേറ്റ് ചെയ്യുന്നതും ഡീഅലോക്കേറ്റ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇവിടെ വരുമ്പോൾ നമ്മൾ പറഞ്ഞു, ഇവിടെ ഉറപ്പായിട്ടും മെയിൻ മെമ്മറി യൂസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും നമുക്ക് സെക്കൻഡറി മെമ്മറിയുടെ, ദാറ്റ് മീൻസ് ഹാർഡ് ഡിസ്കിന്റെ യൂസ് വേണ്ടി വരും. ബിക്കോസ് ഹാർഡ് ഡിസ്കിലുള്ള എല്ലാ ഡാറ്റാസും നമുക്ക് ഒരിക്കലും മെയിൻ മെമ്മറിയിൽ സേവ് ചെയ്യാനോ സ്റ്റോർ ചെയ്യാനോ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ മെയിൻ മെമ്മറിയുടെ സൈസ് കുറവായത് കാരണം. അപ്പോൾ മാക്സിമം മെയിൻ മെമ്മറിയിൽ കൊള്ളാവുന്ന അത്രയും പ്രോസസ്സുകൾ അതിനകത്ത് അലോക്കേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അത് CPU എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വേഗം ആക്സസിങ് നടത്താൻ വേണ്ടിയിട്ട്. അതിനെയാണ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത്, സപ്പോസ് മെയിൻ മെമ്മറിയിലകത്ത് ഏതെങ്കിലും ഒരു റിക്വയർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് എടുക്കേണ്ടതായിട്ട് വരുന്നു? ഹാർഡ് ഡിസ്കിനകത്ത് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് മെയിൻ മെമ്മറിയും അതുപോലെ ഹാർഡ് ഡിസ്കിന്റെ ഇടയ്ക്ക് ഒരു മൂവ്മെന്റ്സ് ആവശ്യമായിട്ട് വരും. അവിടെ മെയിൻ മെമ്മറിയാണ്, ഇത് ഹാർഡ് ഡിസ്ക് ആണെന്ന് കരുതുക. അപ്പൊ മെയിൻ മെമ്മറിയിൽ ഏതെങ്കിലും ഒരു റിക്വയർഡ് പ്രോസസ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ ഹാർഡ് ഡിസ്കിൽ നിന്ന് മെയിൻ മെമ്മറിയിലോട്ട് കൊണ്ടുവരും. ഇതിനെയാണ് നമ്മൾ സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെയിൻ മെമ്മറി ഫുൾ ആയിരിക്കുന്ന കണ്ടീഷനിൽ ഇതിനകത്തേക്ക് ഒരു പ്രോസസ്സ് വരണം. പക്ഷെ ആ പ്രോസസ്സിന് ഇരിക്കാനുള്ള പ്ലേസ് അവിടെ ഇല്ല മെയിൻ മെമ്മറി. അപ്പോൾ ഇവിടെ ഒരു ഡി അലോക്കേഷൻ നടത്തണം. അപ്പൊ ഇവിടെ നിന്ന് അധികം യൂസ് ഇല്ലാത്ത ഒരു പ്രോസസ്സിന് ഇവിടെ നിന്ന് പിടിച്ചിട്ട് തിരിച്ച് ഹാർഡ് ഡിസ്കിലേക്ക് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ കൊടുക്കും. അപ്പൊ അങ്ങനെയാണ് ഇവിടെ അലോക്കേഷൻ, പുതിയൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനെയാണ് സ്വാപ്പ് ഔട്ട് എന്നുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഒരു മെമ്മറി എന്ന് പറയുമ്പോൾ അതിനായിട്ട് ഉറപ്പായിട്ടും ഒരു അഡ്രസ്സ് കൂടി ഉണ്ടായിരിക്കും. ഒരു വീട് പോലെ കൺസിഡർ ചെയ്താൽ മതി, വീടിന് ഉറപ്പായിട്ടും അഡ്രസ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മെമ്മറിക്കും അഡ്രസ്സസ് വരുന്നുണ്ട്, ലോജിക്കൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സസ് എന്ന് പറയുന്നത്. അതിലുള്ള ട്രാൻസ്ലേഷൻ നടത്തേണ്ടതായിട്ടും വരും ഒരു ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഹാർഡ് ഡിസ്കിൽ നിന്നും ഇങ്ങനെ മെയിൻ മെമ്മറിയിലോട്ട് ഒരു പ്രോസസ്സ് വരുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതിനെ കുറിച്ച് നോക്കാം. അപ്പൊ ഇത്രയും പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമ്മൾ മെമ്മറി മാനേജ്മെന്റിൽ എന്ത് പഠിക്കാൻ പോകുന്നു, ഹയറാർക്കി എന്താണ്, അതുപോലെ തന്നെ സ്വാപ്പിംഗ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ് വിത്ത് കോണ്ടിന്യൂസ് അലോക്കേഷൻ.